33-ാമത്തെ ശ്ലോകം ഗോരഖ്നാഥ് സിദ്ധൻ്റെ വാശിയോഗം ചന്ദ്രരേഖ 200 എന്നുള്ളതിൽ അതിൽ മെയ്പ്പൊരുൾ എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് വാശിയെ പ്രാണനോടുകൂടി ചേർത്ത് രേചക പൂരക കുംഭം ചെയ്തുകൊണ്ടേ നട്ടലിൻ്റെ ഉള്ളിലെ വഴിയിൽ കൂടി വാശി മേലേറ്റിക്കൊണ്ടിരിക്കണം. കുണ്ടലിനി ശക്തി ഉണർന്ന് അലസതയും വിഷമവും മാറ്റും. ഈ വാശിയോഗ വഴിയിൽ മേലും ആത്മാവിനെ അറിയും. അതാ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വാശിയോഗം അഭ്യസിക്കുന്ന സാധകർക്ക് അത് ഭയങ്കര കഠിനമായ അനുഭവമായിരിക്കും. ശരീരത്തിലും ഉള്ളിലുമുള്ള വിനകളെയും പിണികളെയും ആ വാശി കൊണ്ട് വെളിയെ ഏറ്റിക്കളയുമ്പോൾ ശരീരത്തിൽ ചില ഉപാധികളും ഉണ്ടാവും. ഇതിനെ പൊരുത്തപ്പെട്ട് യോഗത്തിൽ വൈരാഗ്യത്തോടെ ഇരുന്ന് തികച്ചും 6 മാസക്കാലം തുടർന്ന് ചെയ്തു പോന്നാൽ വാശിലയമായി നിനക്ക് കൈവല്യമാക്കും. വന്ന പിണികൾ എല്ലാം താനെ പോകും. പിണികൾ എന്ന് പറഞ്ഞാൽ ബാധകൾ എന്നർത്ഥം. ഇവിടെ ആദ്യം തന്നെ ശരീരം ശുദ്ധി ചെയ്യാനുള്ള കാര്യമാണ് തുടക്കത്തിൽ പറയുന്നത്. അത് ഭയങ്കര ഫോഴ്സിലാണ് ചെയ്യുന്നത്. പാദം ഓരോ വിരൽ തുടങ്ങി പാദം തുടങ്ങി പാദത്തിനൊരു 3-4 ഭാഗമായിട്ട് പിന്നെ പുറംവശം വശങ്ങൾ കണങ്കാല് അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ ജോയിൻറ്റുകൾ അവിടുത്തെ പേശികൾ അതുപോലെ തന്നെ അസ്ഥി കാലിൻ്റെ അസ്ഥി അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ അതിൻ്റെ പുറത്തുള്ള ത്വക്ക് അതിൻ്റെ ഉള്ളിൽ മസിൽ പേശികൾ പിന്നെ പാദത്തിൻ്റെ ജോയിൻ്റ് അങ്ങനെ ഓരോ ഭാഗവും എല്ലിൻ്റെ ഉള്ള മജ്ജ ജോയിൻറ്റുകളിലുള്ള പേശികൾ ഇങ്ങനെ എല്ലാത്തിനെയും വിചാരിച്ച് അവിടെ നിന്ന് ആണ് വാശിന്ന് ഇങ്ങനെ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര ഫോഴ്സിൽ ഒരു 500 അല്ലെങ്കിൽ 1000 ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണ ഓരോ ലൊക്കേഷൻ അതുപോലെ തന്നെ ഉള്ളിലുള്ള അവയവങ്ങൾ കുടലുകളുടെ ഉള്ളിൽ ചെറുകുടലിൻ്റെ ഭാഗത്ത് ചെടകളുടെ ഭാഗം ഓരോരോ മടക്കുകളിലും അതുപോലെ തന്നെ അത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി ചെയ്യണം. അതുപോലെ തന്നെ വൻകുടലിൽ അങ്ങനെ വൻകുടലിനെ തന്നെ വളഞ്ഞുള്ള വൻകുടലിനെ 4, 6, 8, 10 ഭാഗിച്ച് അവിടെ നിന്നൊക്കെ കളയുക. അതുപോലെ തന്നെ മൂത്രസഞ്ചി അതുപോലത്തെ ലിംഗം വൃഷ്ണം അതുപോലെ തന്നെ യോനി അങ്ങനെയുള്ളതും അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ അവയവത്തിനും പുറത്തുള്ള അവയവത്തിനും രോഗകൂപങ്ങളെ വരെ എടുത്ത് അവിടെ നിന്നൊക്കെ വാശി ചെയ്ത് മുൻ കാണിച്ച പോലെ വാശി ചെയ്ത് കംപ്ലീറ്റ് ആദ്യം പുറത്ത് കളയണം. വായക്കൂടെ തന്നെ എടുത്ത് വായക്കൂടെ തന്നെ വിടുക. അപ്പോൾ ശരീരം വളരെ സർവ്വദോഷങ്ങളും തീർന്ന് ധാരാളം ഓക്സിജൻ സ്വീകരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ സ്വീകരിക്കുന്ന അവസ്ഥയിൽ ശരീരം വളരെ ദൃഢമായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഹൃദയമാണെങ്കിൽ ഹൃദയത്തിൻ്റെ 4 അറകൾ അതിലേക്കുള്ള പിന്നെ രക്തക്കൊഴലുകൾ അതിൻ്റെ ഉള്ള വാൽവുകൾ ഇതിനൊക്കെ ഓരോന്നിനും ശ്രദ്ധിച്ച് നമ്മൾ വാശി ചെയ്യണം. അതുപോലെ തന്നെ ഹൃദയം കിഡ്നി അതുപോലെ തന്നെ ലിവർ തന്നെ പല 4-5 ഭാഗങ്ങളാക്കിയിട്ട് ആഗ്നേയഗ്രന്ഥികൾ കിഡ്നീനെ തന്നെ പലതരത്തിൽ അതിൽ നിന്ന് പറഞ്ഞ കുഴലുകൾ അങ്ങനെ ഓരോന്നിനും ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ 1000 തവണ ഒറ്റയടിക്ക് ചെയ്യണം. വളരെ വാശി തന്നെ ചെയ്യണം. സെക്കൻഡിൽ 1 വീതം എന്നുള്ള നിലയ്ക്ക് ചെയ്ത് ഭയങ്കര ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരീരം ഒരു പ്രത്യേക അവസ്ഥയിൽ വരും. അതാണ് ഇവിടെ അത് ഭയങ്കര കഠിനമായ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കണം. ഭക്ഷണം കുറച്ചാൽ നമുക്ക് ഈ ശരീരത്തിൽ ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മണിക്കൂറുകളോളം ചെയ്യണം. ഡെയിലി 2-3 തവണ വീതം മണിക്കൂറുകളോളം ചെയ്ത് എല്ലാ സന്ധ്യകളിലും അതുപോലെ തന്നെ ഉച്ചയ്ക്കും അതുപോലെ വൈകുന്നേരവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര അനുഭവമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വാശിയെ കൊണ്ട് വെളിയേറ്റി കളയുമ്പോൾ ശരീരത്തിൽ വെളിയെ കളയണത് അങ്ങനെ ശരീരത്തിൽ ചില ഉപാധികളുണ്ടാവും. അതിന് പൊരുത്തപ്പെട്ട് ഈ യോഗത്തിൽ വൈരാഗ്യത്തോടെ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ മറ്റു കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇരിക്കണം എന്നർത്ഥം. ഇത് മാത്രം ശ്രദ്ധിച്ച് വേറെ ലൗകിക ചിന്തകളൊന്നും പാടില്ല. അങ്ങനെയാണ് 6 മാസക്കാലം തുടർന്ന് പോന്നാൽ വാശി ലയമാകും. അതോടുകൂടി
ശരീരം ശുദ്ധിയാവും, സർവ്വബാധകളെയും തടയാൻ തക്ക വിധത്തിൽ അതീന്ദ്രിയ ശക്തികൾ പെരുക്കും. അതുപോലെ തന്നെ ദേഹത്തുള്ള അതീന്ദ്രിയ ശക്തികളുടെ ശക്തി വർദ്ധിച്ച് വരും. അങ്ങനെയുള്ള അവസ്ഥ വാശി പ്രാണ പിന്നെയാണ് നട്ടലിൽ കൂടെ, മൂലാധാരത്തിൽ നട്ടലിൽ കൂടെ പ്രാണനോട് കൂടിയിട്ട് വാശി ചേർത്ത് രേചക കുംഭക പൂരകങ്ങൾ ചെയ്തുകൊണ്ട് നട്ടലിൻ്റെ ഉള്ളിലുള്ള വഴിയിൽ കൂടി വാശി മേലേറ്റിക്കൊണ്ടിരിക്കണം. അത് അത്രയും സ്പീഡിൽ വേഗത്തിൽ വേണ്ട, വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. അങ്ങനെ ഒരു 12 സെക്കൻഡിൽ വലിക്കാം, ഒരു 24 സെക്കൻഡ് പിടിക്കാം, എന്നിട്ട് 36 സെക്കൻഡ് കൊണ്ട് ആജ്ഞയിൽ വിടാം. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ 2-3 മാസം തുടർച്ചയായിട്ട് വൈരാഗ്യത്തോടു കൂടി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കുണ്ടലിനി ഉണർന്ന് മറ്റു പല വിശേഷങ്ങളും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ സ്ഥിരമാക്കി ശരീരത്തിൽ നിർത്തി നെറ്റിക്കുള്ളിൽ ശ്വാസം പിടിച്ച് അവിടെ തന്നെ വിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിത്തീരും. അതാണ് മെയ്പ്പൊരുൾ എന്നുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞത്. നമഃ ശിവായ.